നമസ്തേ. ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ആകർഷണ നിയമം നിങ്ങളെ ഒരു പണക്കാരനാക്കുകയല്ല ചെയ്യുന്നത്, പക്ഷെ നിങ്ങളുടെ ഉള്ളിലെ പണക്കാരനെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ബന്ധങ്ങളെ നിങ്ങൾ വലിച്ചടിപ്പിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അത്തരത്തിലുള്ള നിലവാരത്തിലുള്ള ബന്ധങ്ങൾ ലഭിക്കുന്നതിലേക്ക് അവർ ആകർഷിക്കപ്പെട്ടു വരുന്നതിലേക്ക് നിങ്ങളെ തന്നെ ഉയർത്തുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന യഥാർത്ഥ വ്യക്തി ഡിസർവ് ചെയ്യുന്നതായിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക്, അല്ലെങ്കിൽ അത്രയും സംശുദ്ധവും ആഴത്തിലുള്ളതുമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ബന്ധങ്ങൾ നിങ്ങളിലേക്ക് ലഭിക്കുന്ന രീതിയിൽ ആ ഒരു നിലവാരത്തിലുള്ള നിങ്ങളെ തന്നെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിലുള്ള നമ്മുടെ ട്രൂ സെൽഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഐഡിയൽ സെൽഫ് എന്ന് പറയുന്നത്, നമ്മളെല്ലാ മനുഷ്യനും എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഏറ്റവും ഉന്നതമായിട്ടുള്ള ആ ഒരു അവസ്ഥ, അത് നമ്മൾ ഡിസ്കവർ ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനിൽ ചെയ്യുന്നത്. പല ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. പ്രാർത്ഥന അല്ലെങ്കിൽ മതങ്ങൾ പഠിപ്പിക്കുന്നതായിട്ടുള്ള അതിന്റെയൊക്കെ ഇൻഫ്ലുവൻസ് കാരണം ഇത്തരത്തിലുള്ള സംശുദ്ധമായിട്ടുള്ള ആത്മീയത എന്ന് പറയുന്നത് മതങ്ങൾ പഠിപ്പിക്കുന്നത് പോലെ എന്തെങ്കിലും എഫേർട്ട് എടുത്തുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ നേടുക എന്നുള്ളതല്ല. ഇത് ഭൗതിക ലോകത്തിലെ മാത്രം കാര്യമാണ്, ഇത്തരത്തിലുള്ള എഫേർട്ട് എടുത്തുകൊണ്ട് എന്തെങ്കിലും നേടുക എന്നുള്ളത്. വെൻ ഇറ്റ് കംസ് ടു സ്പിരിച്വാലിറ്റി നമ്മൾ അവിടെ എഫേർട്ട് എടുക്കുന്നില്ല. നമ്മൾ നമ്മുടെ യഥാർത്ഥ സെൽഫിനെ, ഏറ്റവും ഉന്നതമായിട്ടുള്ള നമ്മുടെ അവസ്ഥയെ നമ്മൾ ഡിസ്കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റുപാടുകളും യാഥാർത്ഥ്യങ്ങളും അതിനനുസരിച്ച് മാറി വരുന്നു, അല്ലെങ്കിൽ ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ എലവേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതും നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു മനുഷ്യൻ അവനെ തന്നെ ആത്മീയമായിട്ട് ഉയർത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ എലവേറ്റ് ചെയ്യുന്ന സമയത്ത്, അവനെ ഒഴിവാക്കിയിരുന്ന ആളുകൾ പോലും അവൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഒരു ചിന്തയിലേക്ക് വരികയാണ്. സ്നേഹത്തിന് വേണ്ടി യാചിച്ചു നടന്നതായിട്ടുള്ള കാലഘട്ടങ്ങളിൽ അവനിൽ നിന്ന് നിഷേധിച്ചതായിട്ടുള്ള, അല്ലെങ്കിൽ അവനെ നിഷേധിച്ചതായിട്ടുള്ള വ്യക്തികൾ പോലും അവൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള അവസ്ഥയിലേക്ക് ചിന്തിച്ചു പോവുകയാണ്. കാരണം ഈ വ്യക്തി ഉയരുകയാണ് എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. പണമായിക്കോട്ടെ, ബന്ധങ്ങളായിക്കോട്ടെ, മറ്റു രീതിയിലുള്ള ഏതു തരത്തിലുള്ള സമൃദ്ധിയുമായിക്കോട്ടെ, അതിനെ നേടുന്നതിന്റെ ഒരു ഉയരത്തിലേക്ക് ഈ വ്യക്തി എത്തുകയാണ്. ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ആകർഷണ നിയമം എന്ന് പറയുന്നത് ഒരു ആക്ഷൻ അല്ല, ഇറ്റ് ഈസ് എ ഡിസ്കവറി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു എഫേർട്ട് എന്നതിനപ്പുറത്തേക്ക് യഥാർത്ഥത്തിലുള്ള നമ്മളുടെ ട്രൂ സെൽഫിനെ നമ്മൾ കണ്ടെത്തുകയാണ്. നമുക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മുടെ എസൻസ് എന്താണോ, നമ്മുടെ ആത്മാവാണ് അത് നിശ്ചയിക്കുന്നത്. നമ്മൾ ജന്മജന്മാന്തരങ്ങളിലൂടെ നേടിയെടുത്ത് വന്നതായിട്ടുള്ള വാസനകൾ, അല്ലെങ്കിൽ ആ ഒരു എസൻസ് എന്താണോ, അതിനെ നമ്മൾ കണ്ടെത്തുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആകർഷണ നിയമത്തിലൂടെ പ്രവർത്തിക്കുന്നത് വഴി നമ്മൾ സാധ്യമാക്കുന്നത്. ഇത് ആത്മീയതയിലുള്ള ഉയർച്ച തന്നെയാണ് മറ്റൊരു ആംഗിളിൽ നിന്ന് നോക്കുമ്പം എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ഒരു കോയിന്റെ തന്നെ രണ്ട് വശങ്ങൾ പോലെയാണ് ആത്മീയതയും ലോ ഓഫ് അട്രാക്ഷനും പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നിരുന്നാലും ആത്മീയതയുടെ ഒരു റീപ്ലേസ്മെന്റ് അല്ല ലോ ഓഫ് അട്രാക്ഷൻ. ആത്മീയത അല്ലെങ്കിൽ സ്പിരിച്വൽ ഗ്രോത്ത് അല്ലെങ്കിൽ അവൈക്കനിങ് പ്രോസസ്സിലൂടെ നടന്നു പോകുന്ന സമയത്ത് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ വരുന്നതായിട്ടുള്ള ഒരു സ്റ്റെപ്പ് മാത്രമാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പറയുന്ന സമയത്ത് എല്ലാ വ്യക്തികളും പറയുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. തങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇമാജിൻ ചെയ്ത്, അല്ലെങ്കിൽ ഇമേജറി വിഷ്വലൈസ് ചെയ്തുകൊണ്ട്, അത് മനസ്സിൽ ഭാവന ചെയ്തുകൊണ്ട് കൺട്രോൾഡ് ആയിട്ടുള്ള ഇമാജിനേഷനിൽ കൂടെ അത് എപ്പോഴും മനസ്സിൽ നടത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ കാര്യം നമ്മളിലേക്ക് വരികയാണ് എന്നുള്ള ഒരു രീതിയിലാണ് ലോ ഓഫ് അട്രാക്ഷനിൽ പല ചിന്തകരും അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ ഇവിടെ നടക്കുന്നത് യഥാർത്ഥത്തിൽ വിഷ്വലൈസേഷൻ അല്ല, മറിച്ച് നമ്മളുടെ ഫോക്കസ് ക്ലിയർ ആക്കിയിട്ട് എടുക്കുകയാണ്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് നമ്മൾ ഭൗതികമായിട്ടുള്ള കണ്ണുകളുടെ കാര്യം തന്നെ എടുത്തു നോക്കുക. നമ്മളുടെ ചുറ്റിനും നമുക്ക് വേണ്ടതായിട്ടുള്ള, നമുക്ക് കാണേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ നമുക്ക് എന്താണോ ആവശ്യം അതിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള ലോകത്തിലേക്ക് വരുന്ന സമയത്ത് എന്താണോ നമ്മളുടെ എസൻസ്, എന്താണ് നമ്മളുടെ ട്രൂ സെൽഫ്, എവിടേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, ആ ഫോക്കസ് ക്ലിയർ ചെയ്യുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിലുള്ള വിഷ്വലൈസേഷൻ എന്നുള്ളത്. ഈ രഹസ്യം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ വിഷ്വലൈസേഷനെ കുറിച്ചിട്ട് ഇതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ ധാരണ മാറും. ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് നമുക്കുണ്ടായിരുന്നതായിട്ടുള്ള നമ്മുടെ സങ്കല്പങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനും കൂടുതൽ പവർഫുൾ ആയിട്ട്, കൂടുതൽ എഫക്റ്റീവ്നെസ്സോടുകൂടി ഇത്തരത്തിലുള്ള സ്പിരിച്വൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനും നമ്മൾ പ്രാപ്തരാകുന്നതും നമുക്ക് വിറ്റ്നസ് ചെയ്യാനായിട്ട് സാധിക്കും. ലോ ഓഫ് അട്രാക്ഷനെ സംബന്ധിച്ചിടത്തോളം ജെനുവിൻ ആയിട്ടുള്ള ഡിസയറുകൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യന് തന്നെ അറിയാൻ സാധിക്കുകയില്ല എന്റെ ജെനുവിൻ ഡിസയർ എന്താണ് എന്നുള്ളത്. അതിനുവേണ്ടി ആ മനുഷ്യൻ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു, അന്വേഷണങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു, ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കി ഇൻട്രോസ്പെക്ഷൻ നടത്തേണ്ടിയിരിക്കുന്നു. വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ ഡിസയറുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നിട്ട് അതിൽ ഓരോ ഡിസയറുകളും ഞാൻ എത്രമാത്രം കാക്ഷിക്കുന്നു എന്നുള്ളത് ഒന്ന് റേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ റേറ്റിംഗ് കുറഞ്ഞതിനെ കട്ട് ഷോട്ട് ചെയ്ത് കളയുകയും
അല്ലെങ്കിൽ നമ്മുടെ തന്നെ ലോജിക്കും ഇന്റലിജൻസും തിങ്കിങ് പവർ ഇവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇൻഡ്യൂഷന്റെ സഹായത്തോടു കൂടി എന്താണ് നമുക്ക് വേണ്ടത്, എന്താണ് എൻ്റെ കൃത്യമായിട്ടുള്ള ഡിസയർ, ആഗ്രഹം എന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇത് നമ്മളുടെ ലോജിക്കൽ ബ്രെയിൻ ഉപയോഗിച്ച് നമ്മൾ എന്ന് പറയുന്ന ഭൗതിക ജീവി നടത്തേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കർത്തവ്യമാണ്. കാരണം നമ്മുടെ ജീവിതത്തിനെ ഉയർത്തുക എന്നുള്ളതാണ് ഈ ഒരു ജന്മത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. എന്തൊക്കെ കുറവുകളിലാണ് കഴിയുന്നത് എന്നുണ്ടെങ്കിലും അവനവന്റെ യഥാർത്ഥത്തിലുള്ള ഡിസയർ എന്താണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അത് അവന്റെ കർമ്മമാണ്, അവന്റെ പാഷനായിട്ട് മാറുകയാണ്. അത് കണ്ടെത്തുന്ന സമയത്താണ് ഒരുവന് വിജയത്തിലേക്ക് അവനെ തന്നെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. ലോ ഓഫ് അട്രാക്ഷനിലേക്ക് അല്ലെങ്കിൽ ആകർഷണ നിയമത്തിലേക്കും ആത്മീയതയിലേക്കും ഒക്കെ വരുന്ന സമയത്ത് സെൽഫിഷ്നെസ് അല്ലെങ്കിൽ അത്യാഗ്രഹം തുടങ്ങിയ കാര്യങ്ങളൊന്നും പ്രവർത്തിക്കുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ട്രൂ ആയിട്ടുള്ള ഡിസയർ എന്താണെന്നുള്ളത് കണ്ടെത്തണം. അല്ലാതെ വ്യഗ്രതയോടുകൂടി എനിക്ക് അത് വേണം ഇത് വേണം എന്നുള്ള ആഗ്രഹങ്ങൾ നമ്മളെ പ്രശ്നത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കുകയാണ്. നമുക്ക് വേണ്ടത് ഈ ജന്മത്തിനെ സഫലീകരിക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അത് മാത്രമാണ് പ്രപഞ്ചം നമുക്ക് നൽകുകയുള്ളൂ. പക്ഷെ അത് നേടണമെങ്കിൽ നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുകയും വേണം. നമ്മുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കായ്ച്ചു നിൽക്കുന്ന ഒരു മാവിലെ മാങ്ങാപ്പഴം നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് പ്രപഞ്ചം വെച്ച് നീട്ടുന്നതായിട്ടുള്ള ഇത്തരത്തിലുള്ള നമ്മുടെ കർമ്മപാത എന്ന് പറയുന്നത്. നമ്മളുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനവും തീർച്ചയായിട്ടും അവിടെ ആവശ്യമാണ്. അപ്പൊ വിഷ്വലൈസേഷൻ മാത്രം ചെയ്തതുകൊണ്ട് കാര്യമില്ല, സ്വപ്നങ്ങൾ മാത്രം കണ്ടതുകൊണ്ട് കാര്യമില്ല. അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഈ പറയുന്നതായിട്ടുള്ള നമ്മുടെ ഡിസയർ ആണെന്ന് നമുക്ക് തോന്നുന്നതായിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ നമ്മളുടെ പാഷൻ ആണെന്ന് നമുക്ക് തോന്നുന്നതായിട്ടുള്ള കാര്യം പ്രവർത്തിപ്പിച്ച് നോക്കുക എന്നുള്ളതാണ്. അത് പ്രവർത്തിപ്പിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇതിൽ എത്രമാത്രം എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓൺ ദ വേ അതല്ല നമ്മുടെ കർമ്മപാത എങ്കിൽ പോലും പ്രപഞ്ചം അതിൽ നിന്ന് നമ്മളെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതും അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് വേണ്ടത് എന്താണോ അത് മാത്രമാണ് പ്രപഞ്ചം നമുക്ക് നൽകുന്നത് എന്നുള്ളതും കൂടി മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ഫാൾസ് ഡിസയറുകൾ വർക്ക് ചെയ്യുകയില്ല. അതിന് പകരമായിട്ട് നമ്മൾ യൂണിവേഴ്സുമായിട്ട് നമ്മളെ തന്നെ സിങ്ക്രണൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ അലൈൻ ചെയ്യേണ്ടിയിരിക്കുന്നു, രമ്യതപ്പെടുത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളത് കൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഇത്തരത്തിൽ നമ്മൾ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത്, പ്രവർത്തിച്ചു തുടങ്ങുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട വിഷ്വലൈസേഷൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് ഹാപ്പൻ ചെയ്യുന്നത് നമുക്ക് അത്ഭുതകരമായിട്ട് വീക്ഷിക്കാനായിട്ട് സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സമയത്തും ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളിലൂടെ പ്രപഞ്ചം നമ്മൾക്ക് വഴി കാണിച്ചു തരികയാണ്, അല്ലെങ്കിൽ യൂണിവേഴ്സ് നമ്മളെ ഗൈഡ് ചെയ്യുകയാണ്. ഈ ഒരു ആംഗിളിൽ നിന്ന് നോക്കുന്ന സമയത്ത് ലോ ഓഫ് അട്രാക്ഷനും അല്ലെങ്കിൽ ആത്മീയ പാത ഇതിലൂടെയൊക്കെയുള്ള നടത്തം എന്ന് പറയുന്നത് എന്തെങ്കിലും എഫേർട്ട് ഉപയോഗിച്ചുകൊണ്ട് മത്സരബുദ്ധിയോടുകൂടി ചെയ്യുന്നതായിട്ടുള്ള ഒരു കാര്യമല്ല. വളരെ കൂൾ ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമാണ്. കാരണം സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ലോ ഓഫ് അട്രാക്ഷന്റെ യഥാർത്ഥത്തിലുള്ള, അതുപോലെ തന്നെ ആത്മീയതയുടെ യഥാർത്ഥത്തിലുള്ള അന്തസ്വത്ത മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഉന്നത വിജയത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും. നമുക്ക് എന്തെങ്കിലും കുറവുകളുണ്ടോ, ശാരീരികമായിട്ടും ബൗദ്ധികമായിട്ടും മാനസികമായിട്ടും ഒക്കെ എന്തെങ്കിലും കുറവുകളുണ്ടോ എന്നുള്ളതല്ല ചോദ്യം. ഈ കുറവുകൾ ഉണ്ടായിരിക്കെ തന്നെ എന്ത് നേടാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഏത് വ്യക്തിക്കും അവരുടെ കുറവുകളോട് കൂടി തന്നെ സ്വീകരിക്കാൻ കഴിയുന്ന പാതയാണ് ഈ പറയുന്ന ആത്മീയത, യോഗ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആകർഷണ നിയമത്തിന്റെ പ്രവർത്തനങ്ങൾ എന്നൊക്കെ ഉള്ളത്. അപ്പൊ കുറവുകൾ മാത്രമല്ല, കുറവുകളോട് കൂടി എന്ത് നേടി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ എന്റെ ശരിയായിട്ടുള്ള കർമ്മപാതയിലാണോ? എന്റെ ശരിയായിട്ടുള്ള കർമ്മ ഞാൻ കണ്ടെത്തിയിട്ടുണ്ടോ? അതിലാണോ ഞാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്? അതോ തെറ്റായ വഴികളിലൂടെ പരിശ്രമിച്ചുകൊണ്ട്, തെറ്റായ വഴി എന്ന് പറയുന്നത് നമ്മൾ ജനിച്ചു കഴിഞ്ഞ് നമ്മളുടെ ഫോക്കസ് ഒക്കെ അങ്ങ് മൂടിപ്പോവുകയാണ്. സമൂഹത്തിൻ്റെതായിട്ടുള്ള ടീച്ചിങ്സ്, അതിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള സൊസൈറ്റിയുടെ വേസ്റ്റ് ബിൻ പോലെ നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറിപ്പോവുകയാണ്. അപ്പൊ ഈ വേസ്റ്റ് ഒക്കെ വകഞ്ഞു മാറ്റി അതിനുള്ളിലെ രത്നം നമ്മൾ കണ്ടെടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും ആ രത്നമാണ് നമ്മുടെ ആത്മാവ്. ആ രത്നത്തിൽ നിന്ന് വരുന്നതായിട്ടുള്ള വെളിച്ചമാണ് സ്പിരിച്വൽ ഗൈഡൻസ്. അതിനനുസരിച്ച് വിജയത്തിലേക്കും അതുപോലെ തന്നെ പ്രകാശപൂരിതമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്തേ.